റോമ 6:14 കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ പാപത്തെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട്. അതും ആധ്യാത്മികത തന്നെയാണ്, പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ്. കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ, ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവർ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പഴയ നിയമ ഉടമ്പടിയെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പഴയ നിയമ ഉടമ്പടിയുടെ ഒരു പോരായ്മ അതാണ്. അതെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ്? കൃപയ്ക്ക് കീഴിലാണ്. എന്താ കാര്യം? ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ, എങ്ങനെ പറ്റും? അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല, അതൊരു ഡൗൺ ഡ്രൈവഡായിട്ടുള്ള ഒരു അർത്ഥമാറ്റിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ഒരു ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം. ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു വിമാനം, രണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ. ഇപ്പം എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വരെ പോയി. 2 മാസം എടുത്തതേ ഉള്ളൂ. ഗോവയിൽ പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും. കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം. രോഗിയെ പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം. കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും. 2 മണിക്കൂർ കൊണ്ട് ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ നമ്മളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അതായത് ഷി വാസ് ടോട്ടലി എൻഗ്രേസ്ഡ്. കൃപ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക്, വചനം പറഞ്ഞു. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ ബാക്കി പറ. എനിക്ക് എല്ലാം ചെയ്യാൻ വഴി. അത് കൃപയ്ക്കുള്ള ഗുണവതാണ്. കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്, ശക്തി തന്നെയാണ്. കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ്. കരുണയെന്ന് ഉപയോഗിക്കും, ശക്തി എന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാവും. അതാണ് ഫിലിപ്പിയർ 4:13. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ. ഭർത്താവ് മരിച്ച്, കുഞ്ഞിന് രോഗമാണ്, നമ്മൾ നിസ്സഹായം നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് സാമ്പത്തിക കടമാണ്, വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഫോണ് കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ, കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത്, നാട്ടുകാരുടെ മുമ്പ് അപമാനപ്പെടാൻ പോണത്. എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നണില്ല.
ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അതാരാണ്? ഫിലിപ്പിയർ 4:13. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ആളാരാണെന്ന് അറിയാമോ? ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നലത്തെ സാക്ഷിയാണ് ദീപ്തി, ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി. ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത്. ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം. അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ, ഗവൺമെൻറ് ഓഫീസറാണ്. എനിക്കുള്ളത് 50,000 രൂപ അല്ലെങ്കിൽ 75 രൂപ എങ്ങനെയൊക്കെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസറിൻ്റെ പ്രശ്നം എന്താ? അല്ല, ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ? അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ തമ്മിൽ യോജിക്കണില്ല. യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല. അപ്പോൾ ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കടുത്തേക്ക് കയറുകയും കുടുംബം കുട്ടിച്ചോറാകുകയും ചെയ്യുമ്പോൾ വീട്ടുകാരും കൊണ്ട് ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിന് കൊണ്ടുപോകും. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ 1 മണിക്കൂറിന് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത്. അവിടെ സംസാരിച്ച് ഹീൽ ചെയ്യണതാണ്. 1 മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2,500 രൂപയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ, സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു 2-3 സിറ്റിംഗ് കഴിയും. അങ്ങനെ 7,500 രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി, ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ്. ഓക്കെ, കാര്യം നമ്മൾ പോകണ്ടല്ലേ. ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണം ആരാണ്? ഭാര്യയാണ്. ഭാര്യ വീട്ടിലില്ലേ, അവർ മിക്കവാറും ഓഫീസിലായിരിക്കും. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കടുത്തേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ടെൻഷനായി. ഇവർക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാം പോവില്ല. ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്രിസ്റ്റിനടുത്ത് കാണിച്ച്, ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ്. വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും, ചിലർക്ക് വിദ്യാഭ്യാസം കൂടും. വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ. ഇത് മാനസിക പ്രശ്നമാണ്, അതിന് സൈക്കാട്രിയിലാണ് പോകേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, സഭയുടെ ഗതികേട് ഇപ്പോൾ ഇത് തന്നെയാണ്. സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പട്ടത്തിൻ്റെ കൗൺസിലിംഗിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരം എന്ന് പറയുന്നത്. അതിന് 2,500 രൂപ ആവശ്യമില്ല, ചുമ്മാ കണ്ടാൽ മതി, വിശ്വാസം മാത്രം മതി. സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിലാണ് ഉദ്ധരിക്കാൻ പോണത്. ക്രിസ്തുവിനെ കിട്ടുമോ? അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും, അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക. സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കൊടുക്കാനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവനാണ് നീ, പ്രഷർ എടുക്കുന്നവനാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണേ, ഭാര്യയും ഭർത്താവും ഓരോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്തിനാണ്? വീട്ടു പ്രശ്നത്തിന് വേണ്ടി.
പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല, ഇത് തുറക്കാനുള്ള താക്കോലില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി. ഓൺലൈനിലൊരു ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ അവർ പറയണത്, ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു, ഇത് ആരും പറഞ്ഞതല്ല, മൊബൈലേ വന്നപ്പോൾ അവർ കേട്ടതാ. കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാമല്ലോ, അതിൻ്റെതായിട്ടുള്ള അഭിഷേകം ഉണ്ടാകും എപ്പോഴും. ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു. ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം, ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് 5-10 ടൺ ഇങ്ങനെ ഹൃദയത്തിലിരിക്കണം, നെങ്ങുന്ന അവസ്ഥയാണ്. ഉറക്കമില്ലാതെ, സമാധാനമില്ലാതെ, ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ, എപ്പോഴും ഒരു വിഷയം. അപ്പോൾ ഉടനെ ഇവരെന്ത്, ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്നാണ് പറയുന്നത്, സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കണത്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ. അപ്പോഴാ ധ്യാനത്തിൽ എന്നിട്ട് അപ്പോഴെനിക്ക് മതി, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ ധ്യാനങ്ങളൊക്കെ കൂടി. അപ്പോൾ എൻ്റെ ധ്യാനം കൂടി, വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി. അങ്ങനെ അവരിതിൻ്റെ അകത്ത്, അപ്പോൾ ഇവൾ പറഞ്ഞ്, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം, ധ്യാനം കൂടുന്ന സമയത്ത് ഒരു എടുത്ത് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ, ധ്യാനം അവർക്കൊരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്, ബാംഗ്ലൂരല്ലേ, ഇവിടം വരെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ്, ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആദ്യം ആശ്വാസം, ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നോക്കണം, നല്ല രസമാണ്. ധ്യാനം കൂടിയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്ത് ചെയ്തു, അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം, ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയണേ, നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത്. ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം, ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്നാണ് ഇവിടെ ചിന്ത. ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി, സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ. അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല, മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത്. ഇപ്പം ശക്തിയും കിട്ടി. അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു പാക്കേജാണ്. ഇനി ഈ ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി. സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി. ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണത്. ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല. നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഉടമ്പടി വരുന്നൊരു വിഷയം, പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും, രണ്ടാമത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല. കാര്യം എന്താണ്, നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല. അപ്പം നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരൻ ഓർത്തും, ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കംപ്ലീറ്റായിട്ട് പാപത്തെ ഉപേക്ഷിക്കണം. നിങ്ങൾ പാപത്തെ എന്തിനാണ്, പാപം കൊണ്ടുനടക്കാൻ എന്തിനാണ്? അപ്പോൾ പാപം എന്താണെന്ന് അറിയണം. നിങ്ങൾ പാപത്തെ നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം, അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും. നിങ്ങൾക്ക് കുമ്പസാരിക്കാനും കൂദാശമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട്, പാപാവസ്ഥ എന്തിനാണ് മാറ്റേണ്ടത്? വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്തികൾ കൊണ്ടും വരപ്രസാദാവസ്ഥ, ഒരു കേവല വരപ്രസാദാവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല. അവർ നോൺ ക്രിസ്ത്യൻ അല്ല, ക്രിസ്ത്യനാണ്.
പക്ഷെ മാർത്തോമൈസാണ്. അതാണ് വിഷയം. അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുമ്പസാരമില്ല, എൻ്റെ സഭയിലും കുമ്പസാരമില്ല, നോട്ട് കമ്പൽസറി. ഇപ്പം ഞാൻ കുമ്പസാരിക്കാറില്ല. അപ്പോൾ പക്ഷേ ഈ എനിക്ക് ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ, അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച്. കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലനിൽക്കുന്നുണ്ടല്ലോ. കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ്, പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ്. അതവൾ ഓർത്തിരുന്നു. അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന, ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാപ്പറയണമൊക്കെ നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായച്ചിത്വം ചെല്ലും. അപ്പം അച്ഛൻ പറഞ്ഞ് അതുകൊണ്ട് ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട്, പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട്, പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവർക്കിപ്പോൾ നല്ല നിലയാണ്, ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം, പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം വരപ്രസാദം ഫീൽ ചെയ്യാതെ വരും. ഇത് നിങ്ങൾ ഉടമ്പടിക്കാരെല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത്. ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ്. പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ്. നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ, ഞങ്ങൾ അക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യണതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത്. എന്താണ്? കൊല്ലരുത്. ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസിൽ പെരുപ്പിച്ച് നടന്നിട്ട് കഥയില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയിൽ ലഭിക്കുന്ന വരപ്രസാദത്തിന് അന്വേഷണീയമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. യാത്രയിൽ ദൈവകൃപ കരുണ ഈ ഭൂവിലൻ യാത്രയിൽ ദൈവകൃപ കരുണ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം. എന്താ ചിന്തിക്കണമെന്നറിയാവോ? ഭയങ്കര അവസ്ഥയാണ് എൻ്റേത്, പാപകരമായ ജീവിതമാണ്, പണ്ടത്തെ പാപങ്ങളെ കുടിശ്ശികയുണ്ട്, ഞാനെങ്ങനെ ഗതി പിടിക്കാനാണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഉത്തരവുണ്ട്, നീ കൃപയെ ഫോക്കസ് ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞത്.
നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത്. നീ എന്ത് ചെയ്യണം? കൃപയെ ഫോക്കസ് ചെയ്യണം. നിൻ്റെ ഇനിയുള്ള എല്ലാ വചന വായനകളും, നീ ഇനിയുള്ള എല്ലാ സാധുക്ഷേമ പ്രവർത്തനങ്ങളും, നിൻ്റെ എല്ലാ പെഴുത്ത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം. കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പാപത്തെ സബ്സൈഡ് ചെയ്യും. കൃപ വർദ്ധിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത്? പാപം സബ്സൈഡാകും. പാപത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല. ഞാൻ പിടിച്ചു നീക്കും. ചില ആൾക്ക് നോൻപിന് വെള്ളമടി നടത്തിയിട്ട് നോൻപിന് ഞാൻ പിടിച്ചു നീക്കും എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം വലിച്ചു കയറത്തില്ലേ? അങ്ങനെ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കള്ളിനെ, മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം. ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ. അതിന് ക്ഷമിക്കാം, കൊടുക്കാം, പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം. എനിക്ക് കൃപ കിട്ടിയാൽ മതി. പ്രാർത്ഥിക്കുക. കർത്താവേ, നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് കർമാവകാശം തരണമേ. ഞാൻ എന്ത് ഒത്തുതീർപ്പിനും നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനും തയ്യാറാണ്. എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാഗരമേ, ശോകക്കൊടുമ്പയിലേറുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുവി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുവി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുണ അണുവന്നി പകർന്നിടുക. ഈ ഭൂമിയിലെൻ യാത്രയിൽ ദൈവകൃപ അരുളുക. ഈ ഭൂമിയിലെൻ യാത്രയിൽ ദൈവകൃപ അരുളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുന്ന വേറൊരു വിഷയം വരണതേ, ഇപ്പം നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പണിമേടിക്കും. നമ്മൾ ആശ്വാസം പ്രാപിച്ചു, പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ്. ആ വീട്ടിലുള്ള അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥനയേ ഇല്ല. അഥവാ ഇവൾ പ്രാർത്ഥിക്കാൻ പോകുകയാണെങ്കിൽ അവർ CV വെച്ചുകൊണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവണം നിങ്ങൾ പറയണേ? കെട്ടി വന്ന മരുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായിയമ്മ TV വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കണ ഇവർക്ക് കേൾക്കാം. എന്നാൽ ഇത്തിരി സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമല്ല. ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഓക്കെ ആയാലും നമ്മുടെ സമാധാനവും കൃപയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം. വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്ത് അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും. തീർത്ഥാടന ഉടമ്പടി എടുക്കും. ഓരോ ഉടമ്പടിക്കും ഓരോ ബലമാണ്. ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. അത് ആശ്വാസമാണ്. അത് ലക്ഷ്യം വെക്കുന്നത് കൽപ്പനയാണ്. കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോഴേ കൃപയെയാണ്, നിത്യജീവന ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കണത്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരിയൻ കണ്ടൻറ്റ്, അതായത്
നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻ്റുണ്ട്. എബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന പാളിച്ചകൾ എന്താ? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ, അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ, അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന്. ആ വസന്തമെന്നേ പറഞ്ഞോളൂ, ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്കൊരു പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളൂ. എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണം ഉണ്ടാകും. ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഈ തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ്. പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂർച്ഛിക്കും. അതാണ് വിജയകുമാരൻ്റെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. കാര്യം വിജയകുമാറിനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ്. എപ്പോൾ എൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. തിരിച്ചു വിളിക്കും. എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക്, ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ, വൈ എന്നൊക്കെ ചോദിക്കും എന്നോട്. പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ്, 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വൈ എന്ന്. അപ്പം ഞാൻ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും. എന്താ കാര്യം? ഉറച്ചു നിൽക്കുക എന്നുള്ളത്, ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ, ആടി കളിക്കണവന് കൃപ കൊടുക്കത്തില്ല. ഉറച്ചു നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 21:19. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഒന്നിനു വായിച്ചേ. പീഡനത്തിലും ലൂക്ക 21:19. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അപ്പം അതുപോലെ തന്നെ നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 22 പോകുമ്പോൾ ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശമയോനെ സാത്താനിനെ ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശ്രുതികട ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ കൈയടിച്ചോണ്ട് സുഖം കൊടുമ്പേ കേറിടുമ്പോ. കരുണയിൻ സാഗരമേ സുഖം കൊടുമ്പേ കേറിടുമ്പോ. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. ലൂക്ക 22:31 വായിച്ചേ. ശിമയോൻ പറഞ്ഞ ശിമയോൻ ഇതാ സാത്താൻ വരുന്നുണ്ടല്ലേ. ഉടമ്പടി ഇടയ്ക്ക് സാത്താൻ വരൂ. ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും. ഓർത്തേക്കണത്. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പൊ തിരിച്ചു വരിക, വിശ്വാസത്തിൽ ഉറച്ചു നീക്കുക, ഇതെല്ലാം സെയിം ഇഫക്റ്റാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിന്നെ ഉറപ്പിച്ച് നിർത്തുക, നിന്നെ ഇങ്ങനെ ആട്ടിയാണിത് ഉറപ്പിക്കണത്. നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി നിന്നെ ഉറപ്പിക്കും. എന്തിനാ ഉറപ്പിക്കണത്? നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പം തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം. എന്താണ്? നിങ്ങളെ ഫോക്കസ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവർ, നിങ്ങൾക്കറിയാവുന്നവർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം
അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയാണ് ഉടമ്പടി അബോർഷൻ സംഭവിക്കുന്നത്. ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കും? എന്താ പ്രാർത്ഥിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരമ്മ സാക്ഷ്യം പറഞ്ഞതാണ്, ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ. അതോടുകൂടി അരിമുട്ടിപ്പോയി. അവരെന്താ പറഞ്ഞത്? അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത്. അത് കാരണം ഞാൻ ഇതിലേ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിൽ നക്കാപ്പിച്ച കൊടുത്തില്ലെന്നെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിന് അറിയാം ഈ സാധനത്തിനാണ്. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്? കാര്യം നിങ്ങളെ ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ നിയോഗമാണ് ദൈവം, ദൈവമല്ല. നിങ്ങളെന്താ പറയേണ്ടത്? ഈ നിയോഗം നടക്കാതിരിക്കുകയോ നടന്നില്ലേലും നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അതാണ് ഉടമ്പടി. കൈയടിച്ച് ശ്രുതികളെ ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരമേകൻ അവൻ പറയുന്നത് ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. എൻ്റെ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻഡെന്ന് പറയണത്, നിയോഗമെന്ന് പറയണത് ക്രിസ്തുവാണ്. അല്ല, നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടിയെന്ന് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാലം പോകുമ്പോൾ തന്നെ എനിക്ക് ഇത് പറയാൻ തുടങ്ങും. ആൾ സിൽവർ ഗ്രേ ആണ്, പക്ഷേ ഞാൻ ഈ സിൽവർ ഗ്രേക്കാരോട് സംസാരിക്കത്തില്ല. എന്താ കാര്യം? ആ കാരണമുണ്ട്. ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം പറഞ്ഞ് നടക്കുക നാളെ ഇല്ലാത്തവർക്ക്. അപ്പം അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല. അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തു വിൽക്കണമെന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും. ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും. ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും. അതാണ് എൻ്റെ സിൽവർ നിയോഗം. ശ്രുതികട ഹല്ലേലൂയ. സിൽവർ ഗ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല, നമുക്ക് കൈ കഴുകി തൊടേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം, ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും. എന്താ കാര്യം? അങ്ങനെ പച്ചയും മഞ്ഞയും നീലയും മാറണതല്ല ഉടമ്പടി. ഉടമ്പടി ജീവിതമാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ ഘട്ടം കൂടെ കഴിയും തോറും അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും. മറ്റുള്ളവരാണ് പ്രശ്നം. നിങ്ങൾ എന്തുമാത്രം മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ, അവരുടെ വിശ്വാസം സംരക്ഷിക്കുമെന്നാണ്. അതാണ് 22:31 ലൂക്ക 22:32. ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു. ഐ വാസ് പ്രേയിങ് ഫോർ യു. അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല.